2021-22 സാമ്പത്തിക വർഷത്തിൽ ബി.ജെ.പി. പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ സർക്കാർ പദ്ധതികളുടെ പേരുകൾ നിയമവിരുദ്ധമായി ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ്. സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കിസാൻ സേവ തുടങ്ങിയ ദേശീയ തലത്തിലുള്ള ക്ഷേമ പദ്ധതികളുടെ പേരുപയോഗിച്ചാണ് ബി.ജെ.പി. ധനസമാഹരണം നടത്തിയിരിക്കുന്നത്. സത്യം ടി.വി. ചാനലിന്റെ ന്യൂസ് എഡിറ്ററായ അരവിന്ദാക്ഷൻ നൽകിയ വിവരാവകാശത്തിലാണ് സർക്കാർ പദ്ധതികൾ പാർട്ടി ഫണ്ട് സമാഹരണത്തിനായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 2021 ഡിസംബറിനും 22 ഫെബ്രുവരി മാസത്തിനുമിടയിലാണ് ബി.ജെ.പി. ഇത്തരത്തിൽ ഫണ്ട് സമാഹരണ ക്യാമ്പയിൻ നടത്തിയത്. നരേന്ദ്രമോദി.in, നമോ ആപ്പ് തുടങ്ങിയ സ്വകാര്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ബി.ജെ.പി. സംഭാവനകൾ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയോ കേന്ദ്ര മന്ത്രാലയത്തിന്റെയോ യാതൊരു അനുമതിയുമില്ലാതെയാണ് സർക്കാർ പദ്ധതികളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി. സംഭാവനകൾ സ്വീകരിച്ചതെന്ന് വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ച മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. സംഭാവന നൽകാനായി ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചവരോട് സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കിസാൻ സേവ എന്നീ 3 സർക്കാർ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംഭാവന നൽകുന്നതിനുള്ള കാരണമായി പാർട്ടി ഫണ്ടെന്നും പ്രത്യേകം രേഖപ്പെടുത്താൻ പറയുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാർ പദ്ധതികളുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും പണം പിരിക്കുന്നതിന് ബി.ജെ.പിക്ക് യൂണിയൻ മന്ത്രാലയങ്ങളിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ പ്രത്യേക അനുമതിയോ ഔദ്യോഗിക അംഗീകാരമോ ലഭിച്ചിട്ടില്ല. പണം ശേഖരിക്കാൻ തങ്ങളുടെ പദ്ധതികളുടെ പേര് ഉപയോഗിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുമതി നൽകിയിട്ടില്ല എന്നതാണ് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മറുപടി. വാജ്പേയിയുടെ ജന്മദിനത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനെന്ന് പറഞ്ഞ് 2021 ഡിസംബർ 25-ന് പാർട്ടി അധ്യക്ഷനായിരുന്ന ജെ.പി. നദ്ദ രാജ്യത്തൊട്ടാകെ മൈക്രോ ഡൊണേഷൻ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. പാർട്ടി അംഗങ്ങളിൽ നിന്നും ചെറിയൊരു തുക സംഭാവനയായി സ്വീകരിക്കാനെന്ന് പറഞ്ഞ് ആരംഭിച്ച ആ ക്യാമ്പയിൻ ദീൻദയാൽ ഉപാധ്യായയുടെ മരണദിനമായ ഫെബ്രുവരി 11-ന് അവസാനിക്കുമെന്നും നദ്ദ വ്യക്തമാക്കിയതാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും പാർട്ടി പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് സംഭാവന എന്നതാണ് നദ്ദ പറഞ്ഞതെങ്കിലും പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവരോട് സർക്കാർ പദ്ധതികളിലേക്ക് സംഭാവന ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതേ ദിവസം തന്നെ ഫണ്ടിലേക്ക് സംഭാവന ആവശ്യപ്പെട്ട് നരേന്ദ്രമോദിയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടിരുന്നു. മാധ്യമപ്രവർത്തകനായ അരവിന്ദാക്ഷനും ഈ പ്ലാറ്റ്ഫോമിലൂടെ സർക്കാർ പദ്ധതികളിലേക്ക് സംഭാവന നൽകി. ഇതിന്റെ റെസിപ്റ്റ് ബി.ജെ.പിയുടെ ഓഫീസിൽ നിന്നും ഇമെയിൽ വഴി ലഭിക്കുകയും ചെയ്തു. എന്നാൽ സംഭാവനകൾ നൽകിയവർക്ക് ലഭിച്ച റെസിപ്റ്റുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ പണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസാണ് കൈപ്പറ്റിയത് എന്ന് വ്യക്തമാകുന്നത്. ഇതിനു പിന്നാലെ നടത്തിയ വിവരാവകാശത്തിലാണ് ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കാൻ ബി.ജെ.പിക്ക് അനുമതിയില്ലെന്ന കാര്യം പുറത്തുവരുന്നത്. അനുമതിയില്ലെന്ന കാര്യം സ്വച്ഛ് ഭാരത് മിഷനും വനിതാ ശിശു വികസന മന്ത്രാലയവും സ്ഥിരീകരിച്ചെങ്കിലും കാർഷിക വകുപ്പും കർഷകക്ഷേമ സഹകരണ വകുപ്പും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ 3 പ്രധാന മന്ത്രാലയങ്ങളും ബി.ജെ.പി. നടത്തിയ മൈക്രോ ഡൊണേഷൻ ക്യാമ്പയിന് കേന്ദ്ര സർക്കാരോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളോ അനുമതി നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. നമോ ആപ്പിന്റെയും നരേന്ദ്രമോദി.in-ന്റെയും നിയമപരമായ സാധ്യതകളെക്കുറിച്ച് 16 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വിവരാവകാശ അപേക്ഷ നൽകുകയായിരുന്നു. എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ ഈ ഓഫീസിന്റെ രേഖകളിൽ ഉൾപ്പെടുന്നതല്ല എന്നതായിരുന്നു ഓഫീസിന്റെ മറുപടി. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ നിയമപരമായ മാർഗങ്ങൾ നിലനിൽക്കുമ്പോൾ രാജ്യത്തിന്റെ സാമൂഹ്യക്ഷേമത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതികളുടെ പേരുകളിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ബി.ജെ.പിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി. ഇതിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്.